ഹലോ മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കടന്നു വന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ ഓർഡറിൽ 2024 മോഡൽ NS200 ആണ്. സോ ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വിശേഷങ്ങൾ നോക്കാം. വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബ്ലാക്ക് വൈസർ കൊടുത്തിട്ടുണ്ട്. അതേ തന്നെ ബജാജിന്റെ ലോഗോ കാണാം. പിന്നെ ഡ്യുവൽ ചേംബർ ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. അതേ തന്നെ 2 DRL കൊടുത്തിട്ടുണ്ട്. 2 കണ്ണിന്റെ രൂപത്തിലുള്ള ഒരു അഗ്രസീവ് ലുക്കിലുള്ള DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാം. പിന്നെ നമുക്ക് 2 സൈഡിലും ഈ പ്രാവശ്യം LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്, ഫ്രണ്ടിലും ബാക്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട്. പിന്നെ നമുക്ക് USB അപ്സൈഡ് ഡൗൺ ഫോക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഡുവൽ ചാനൽ ABS കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ നമ്മുടെ മഡ് ഗാർഡ് യൂണിറ്റിൽ അത്യാവശ്യം ഒരു ഗ്രാഫിക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. പിന്നെ 300 mm ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ സൈസ് വരുന്നത് 100/80/17 MRF സാപ്പറിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് വെച്ചാൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതിന്റെ ട്രിപ്പിൾ സ്പാർക്ക് 4 വാൽവ് എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടി വരുന്നേക്കുന്നത്. പഴയ പോലെ കാർബറേറ്ററോ കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മുടെ BS4 ശേഷം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. പിന്നെ ഈ വണ്ടി E20 എത്തനോൾ സപ്പോർട്ടഡ് വണ്ടിയാണ്. വണ്ടിയുടെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 24.5 BS പവറും 18.7 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു 200cc എഞ്ചിനാണ് നമുക്ക് ഈ വണ്ടിക്ക് കരുത്ത് പകരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിലെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ മസ്കുലർ ആയിട്ടുള്ള 12 ലിറ്റർ ടാങ്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പൾസ് എന്നുള്ള ബാജിങ് കാണാം, FI എന്നുള്ള കാണാം. നമ്മുടെ റേഡിയേറ്ററിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. അവിടെ DTSI നമ്മുടെ എഞ്ചിൻ കാണാം. പിന്നെ നമ്മുടെ ലിവേഴ്സ് കാണാം. പിന്നെ നമ്മുടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് സീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ NSന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ പഴയ അതേ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. പിന്നെ ടയർ ഹഗ്ഗർ കാര്യങ്ങൾ കാണാം. പിന്നെ ബാക്കിലത്തെ നമ്മുടെ ഡിസ്ക് ബ്രേക്കും അല്ലെ വീൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ബാക്ക് ടയറിനെ പറ്റി പറയുന്നത് 180, 70, 17 MRF സാപ്പ ടയേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ട്യൂബ്ലെസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് വരുമ്പോഴത്തേക്കും 230 mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതും ഡുവൽ ചാനൽ ABS ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. സ്വിച്ചബിൾ അല്ല. അങ്ങനെ ആ സേഫ്റ്റിയുടെ കാര്യത്തിലും ബജാജ് യാതൊരു കോംപ്രമൈസ് ഈ വണ്ടിയിൽ വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കാം. ബാക്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ LED യൂണിറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. 2 സൈഡിലുള്ള റിഫ്ലക്ടേഴ്സ് ഉണ്ട്. പിന്നെ ബജാജിൽ കണ്ടു മറന്ന അത് ബ്രേക്ക് ലാമ്പിന്റെ അതേ ഡിസൈനും കാണും, കാര്യങ്ങളെല്ലാം നമുക്ക് അതേപോലെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കാണുമ്പോൾ NS എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സാരി ഗാർഡ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പൺ ചെയിൻ ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ചെയിൻ്റെ ഒരു കവറിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ കണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോഴും കൊടുത്തേക്കുന്നത്. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും. പിന്നെ ചെറിയൊരു ക്രാഷ് ഗാർഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മീറ്റർ വരുമ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് എക്സ് കണക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 കളേഴ്സ് ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാണിംഗ് സിമ്പിൾസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഓയിലിന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, ABSന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, FIയുടെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ RP മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡേറ്റും ടൈമും കാണാൻ പറ്റുന്നുണ്ട്. എഞ്ചിൻ ഓഫ് ആണെന്നുള്ള നമുക്ക് ഇവിടെ വാണിംഗ് ഇടി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന എഞ്ചിനാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഓഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും. നമുക്കിവിടെ MOS എന്ന് പറഞ്ഞ 2 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ ട്രിപ്പിലുള്ള ആവറേജ് മൈലേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ട്രിപ്പ് Aയിലുള്ള മൈലേജ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പ് Bയിലുള്ള മൈലേജ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സെറ്റിംഗ്സിൽ എൻ്റർ ചെയ്ത് ബ്ലൂടൂത്ത് ഒക്കെ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബ്ലൂടൂത്ത് ഓഫ് ആണെന്നുള്ള കാര്യങ്ങൾ ഇപ്പം കാണിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇപ്രാവശ്യം ബജാജ് കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു മൊബൈൽ ചാർജിങ് യൂണിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റണ്ണിങ്ങിലൊക്കെ വണ്ടി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി NSന് കൊടുത്തേക്കുന്ന സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്വിച്ചസിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കിവിടെ ഒരു കിൽ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ DR ഹെഡ്ലൈറ്റുമായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മോഡ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ, പിന്നെ ഡിമ്മും ബ്രൈറ്റും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പാസ് സ്വിച്ച് ആയിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങൾ. പിന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് ഇലിമിനേറ്റ് ആകും. പൾസറിന്റെ എല്ലാ സീരീസിലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വിച്ചസ് ഇലിമിനേറ്റ് ആകുന്നതാണ്. പിന്നെ ഈ വണ്ടിക്ക് എക്സ്ട്രാ ഫീച്ചറായിട്ട് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല കാര്യമാണ്. പിന്നെ ഈ വണ്ടിയുടെ സർവീസ് ഇന്റർവ്യൂലേക്ക് കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് 500 to 750 കിലോമീറ്ററിന്റെ അകത്താണ്. പിന്നെ എല്ലാ 5000 കിലോമീറ്ററിലാണ് വണ്ടിയുടെ സർവീസ് വരുന്നത്. പിന്നെ ഓയിൽ ചേഞ്ച് കമ്പനി പറയുന്നത് 10,000 കിലോമീറ്ററിലാണ്. പക്ഷെ നിങ്ങൾ ഒരു 5,000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും വണ്ടിയുടെ ലോങ് ലൈഫിന് നല്ലത്. ഏതൊരു വീഡിയോയും വണ്ടിയുടെ സൗണ്ട് കേൾക്കാതെ അവസാനിക്കുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. സോ നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഐഡിയലിങ്ങിൽ ഈ സൗണ്ടാണ് വരുന്നത്.
ഒരു നല്ല സീറ്റ് സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് 2016 നമ്മുടെ ഫസ്റ്റ് മോഡൽ 200 NS ഓടിച്ച കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ആ ഒരു സൗണ്ട് കേട്ടിട്ട് ആ വണ്ടി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയ ഒരു വണ്ടിയാണിത്. ഞാൻ നിങ്ങളോട് NS പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നെക്കാളും നന്നായിട്ട് ഈ വണ്ടി എന്താണെന്ന് അറിയാം, ഇതിന്റെ പെർഫോമൻസ് എന്താണ്, ഇതിന്റെ കേപ്പബിലിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമുക്ക് ഈ വണ്ടി നമുക്ക് തന്ന് സഹായിച്ച കോട്ടയത്തെ റോയൽ ബജാജ് ആണ്. അവരാണ് കോട്ടയത്തെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് വരുന്ന ബജാജിന്റെ. പിന്നെ ഈ വണ്ടി 4 കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വണ്ടി 7 days കൊണ്ട് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.